നശിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണു സുധി. ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. എന്തിനാ ഈ കമന്റിലൂടെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഗുരുമന്ത്ര അപ്ഡേറ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാക്കും. പെട്ടിയിൽ എന്റെ അണ്ടർ ഗാർമെന്റ്സ് ആണെന്ന്, അണ്ടർ ഗാർമെന്റ്സ് മാത്രം ഇട്ട് നടക്കാറുള്ളൂ. അവിടെ റീച്ച് ഉണ്ടാക്കണം. ചേച്ചി എന്താണോ ചെയ്യുന്നത് അത് തന്നെ ബാക്കിയുള്ളവരും ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ നല്ലത്, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അയ്യേ ചിച്ചി, അങ്ങനെ പ്രൊമോഷൻ കിട്ടില്ല, സാലറി ഗ്രോത്ത് കിട്ടില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ഒരു കമ്പനി ചാടാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ കരിയർ ഗ്രോത്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയി, ഗുരുവായൂർ പോയി നിർമ്മാലിയൊക്കെ തൊഴുത് ഉണ്ണിക്കണ്ണനെ കണ്ടു. വളരെ ഹാപ്പി ആയിട്ട് ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഞാൻ ഉണ്ണിക്കണ്ണനെ കൊടുത്തിട്ടോ. അതങ്ങനെയാണ്, ഞാൻ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകും, വെറും കൈയായിട്ട് പോവില്ല, ആൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇത്തവണ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗുരുമന്ത്രയിലെ ഒരു പ്രോഡക്റ്റാണ്. എന്തൊരു ഭാഗ്യം, കാരണം എനിക്ക് കണ്ണൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റി. തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൻ്റെ അടുത്ത് വരെ, നോർമലി നിർമ്മാലി സമയത്ത് നമുക്ക് കണ്ണൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റും. വെളുപ്പിനെ 3 മണിക്ക് ആ സമയത്ത് ആകുമ്പോൾ നമുക്ക് കണ്ണൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ണൻ്റെ അടുത്ത് പോയി നിന്ന് ആദ്യത്തെ കണ്ണനുള്ളൊരു സമ്മാനമായിട്ട് എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് കണ്ണൻ്റെ നടയിൽ വെക്കാൻ പറ്റി. അതിൽ കൂടുതൽ പുണ്യം എന്താ വേണ്ടേ? അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തി. അങ്ങനെ ഉണ്ണിക്കണ്ണനെ കണ്ടു. ഉണ്ണിക്കണ്ണനോട് നമ്മുടെ എല്ലാവരും വിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാത്തോണെ കണ്ണാ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ രാവിലെ കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് തകർപ്പൻ ഡയലോഗൊക്കെയാണ് കേട്ടോ. ഈ ഡയലോഗ് കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഗുരുമന്ത്ര അപ്ഡേറ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം പച്ചത്തെറി പറഞ്ഞുകൊണ്ട് രേണുസുധി എത്തിയിട്ടുണ്ടായിരുന്നു. രേണുസുധി ആരെയാണ് പച്ചത്തെറി പറഞ്ഞതെന്ന് വെച്ചാൽ അറിയാലോ, ഷഫീനെ തന്നെയാണ്. ഇത്ത എന്താ ചെയ്തത്? ഇത്ത ആ കിച്ചുവിനെ പോയി കണ്ടു. ഈയൊരു പ്രശ്നം നടക്കുമ്പോൾ, അതായത് കിച്ചു പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവൻ അനുഭവിച്ച പീഡനങ്ങൾ എന്താണെന്ന് ഇത്തയ്ക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കുമല്ലോ ഇത്ത പോയിട്ട് സംസാരിച്ചത്. വീട്ടിൽ പോയി മകൻ്റെ കൂടെ പോയിട്ട് കുറച്ചു നേരം സംസാരിച്ച് വന്നു. നല്ല ഇന്റൻഷനോട് കൂടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അത് ചെയ്തത്. രേണു ഇതിപ്പോൾ പറയുന്നത് രേണുവിൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേഡി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെയാണ് രേണുസുധി എത്തിയിരിക്കുന്നത്. രേണുസുധിയുടെ ആ മനോഹരമായ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഗൈസ്. ഷഫീന ബീവി അല്ലെ, തെർത്താത്ത തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്, തെർത്താത്തേ, ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന്, എന്താണ് ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താന്ന്? ആടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. കാര്യം രേണുസുധിക്ക് ഷെഫിനെ തന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. കുറേ പേര് നിക്കർ വിധവ എന്നുള്ളൊരു പേര് ചാർത്തി കൊടുത്തത് തന്നെ ഷെഫീനത്തെയാണല്ലോ. രേണുസുധിക്ക് ഇത്തനെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നുണ്ടെങ്കിലും ഇത്ത ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി വ്യക്തമായി കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടിയിൽ എന്താണ് നീ കൊണ്ടുപോകുന്നത്, പെട്ടിയിൽ എന്തൊക്കെയാണ് നീ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അതിന് മറുപടി ആയിട്ട് വന്നിരിക്കുകയാണ്. പെട്ടിയിൽ എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് ആണെന്ന്, അണ്ടർ ഗാർമെന്റ്സ് മാത്രം ഇട്ട് നടക്കാറുള്ളൂ, അവിടെ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോകാറില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് കൊണ്ടുവരായിരുന്നു, എൻ്റെ കൊച്ചിനുള്ള ചോക്ലേറ്റ്. അവിടെ കിച്ചുവിനെ മറന്നിട്ടുണ്ട്. ഇത്തവണ കിച്ചുവിന് ചോക്ലേറ്റ് തരില്ല കേട്ടോ, ഉറപ്പനെ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിന്നെ എന്തിനാടി ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്, മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ. ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ച് തന്നെയാണ് ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നത്. പിന്നെ എന്തിനിപ്പോ ബോധിപ്പിക്കുന്നേ? ഇപ്പൊ എന്തിനാ മറുപടി ആയിട്ട് വന്നിരിക്കുന്നേ? ഇപ്പൊ ഇത്ത ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കണ പോലെ ആയിപ്പോയില്ലേ, ഇത്തന്നെ ബോധിപ്പിക്കണ പോലെ ആയിപ്പോയില്ലേ? അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിന് നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ്
നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തെല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി. നമ്മളുടെ മാനസികാവസ്ഥയ്ക്കും നമ്മളുടെ പ്രശ്നങ്ങൾക്കും കാരണം മറ്റൊരാളാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ മറ്റൊരാളല്ല. നമ്മുടെ ലൈഫും നമ്മുടെ തീരുമാനവും നമ്മുടെ മനസ്സും മറ്റൊരാൾക്ക് കൊടുക്കുന്ന എന്തിനാ? അത് നമ്മുടെ മാത്രം സ്വന്തമാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മളെങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. മനസ്സിലായോ? അത് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന എന്തിനാ രേണു? രേണു ഇപ്പം അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തോണ്ടല്ലേ രേണു ഇപ്പം ഇത് ഉത്തരം പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിന് ദേഷ്യം തോന്നുന്നത്? എന്തിനാ ദേഷ്യം തോന്നണേ? മറ്റൊരാളെ നോക്കിയിട്ടല്ല രേണു ജീവിക്കുന്നതെന്ന് രേണു എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റൊരാളെ നോക്കി തന്നെയാണ് രേണു ജീവിക്കുന്നത്. അല്ലാണ്ട് ഇന്നൊരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ കിടന്ന ലൈവ് വന്ന് ഇത്ര പച്ചത്തറി പറയേണ്ട ആവശ്യമുണ്ടോ? ആര് വേണമെങ്കിലും എന്തിനും പറഞ്ഞോട്ടേ, എന്തിനാ അതിന് റിയാക്ട് ചെയ്യുന്നേ? അപ്പൊ മറ്റൊരാളുടെ കയ്യിലാണ് രേണുവിന്റെ ജീവിതം. തമ്മി തല്ലിച്ച് നീ 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 ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി, നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ 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 ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. മതിയല്ല, എല്ലാം പറഞ്ഞ് പ്രാഗി കൊന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കണം എന്തിനാ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ജീവിതം മറ്റുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയേണ്ടി, നിങ്ങൾ എന്തിനാണ് പ്രാകുന്നത്, പബ്ലിക്കായിട്ട് കിടന്ന് പ്രാകുന്നത്? ഈ പ്രാക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഏൽക്കേണ്ട ആളുടെ തലയിലേക്ക് ഏക്കത്തുള്ളൂ. തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് ഈ പറയുന്ന പോലെ യൂണിവേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെറ്റ് ചെയ്ത ആളുടെ തലയിലേക്ക് ഇത് വീഴത്തുള്ളൂ. നമുക്ക് ആര് വേണമെങ്കിലും പ്രാകാം, നമുക്ക് പ്രാകാം. നമ്മുടെ നാവുണ്ട്, നമ്മുടെ മനസ്സ് വെച്ച് നമുക്ക് ആര് വേണമെങ്കിലും പ്രാകാം. പക്ഷേ പ്രാകുന്നവൻ്റെ ഇൻറ്റൻഷൻ നല്ലായിരിക്കണം, അല്ലെങ്കിൽ പ്രാകുന്നവൻ്റെ മനസ്സ് നല്ലായിരിക്കണം. പ്രാകുന്നവൻ്റെ മനസ്സ് എന്തായാലും നല്ലതായിരിക്കില്ല. പ്രാഗ എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ പ്രാകുന്ന ഒരാൾ നല്ലൊരു വ്യക്തിയല്ല, അല്ലേ? പ്രാകുന്ന ഒരാൾ നല്ലൊരു വ്യക്തിയാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പ്രാഗിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് വരുമോ, അല്ലെങ്കിൽ സ്വന്തം തലയിലേക്ക് തന്നെ വരുമോ? ഒന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പ്രാകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാഗിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിലേക്ക് തന്നെ വരും. കാരണം പ്രാഗുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തന്നെ കർമ്മമായിട്ട് വരും. നമ്മുടെ മനസ്സ് നല്ലല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരാളെ പ്രാകാൻ തോന്നുന്നത്. നമുക്ക് ഒരാളെ പ്രാകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ക് നമ്മുടെ തലയിൽ തന്നെ തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ. അതൊക്കെ പോട്ടെ, രേണുസുതിയുടെ വിശേഷങ്ങൾ അങ്ങനെ നടക്കുന്നു. പിന്നെ മറ്റൊരു ഉപദേശവുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആ ഉപദേശം കിച്ചുവിനുള്ള ഉപദേശമാട്ടെ. എല്ലാവരും രേണുസുതിനെ വെച്ചല്ലേ പൈസ ഉണ്ടാക്കട്ടെ, എന്നാൽ ഞാൻ കിച്ചുവിനെ വെച്ച് പൈസ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി വന്നിരിക്കുകയാണ് കേട്ടോ. ട്രാൻസ് വുമൺ ആണ് പുള്ളിക്കാരി പറയുന്നത്. കിച്ചു, നിനക്ക് 21 വയസ്സ് കഴിഞ്ഞു, 22 വയസ്സ് കഴിഞ്ഞു, നിനക്ക് ഇതെല്ലാം ജോലിക്ക് പോയിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ പറയണ കേട്ടിട്ട് പൈസ വാങ്ങി രേണുവിനെതിരെ വന്നിരിക്കുന്നതെന്നാണ്. 21 വയസ്സ് പ്രായമുള്ള കിച്ചുവിന് ഒരുപാട് ജോബ് ഓഫറുമായിട്ടാണ് കേട്ടോ ഈ ചുവാച്ചി എത്തിയിരിക്കുന്നത്. ഈ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കേട്ടോ. എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ +2 റിസൾട്ട് വരാറായിട്ടുണ്ട് അല്ലേ? എല്ലാ കുട്ടികളും ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? എവിടെ അഡ്മിഷൻ കിട്ടും, ഇനി അടുത്തത് എന്ത് പോകണം, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ നിങ്ങളുടെ അച്ഛനും അമ്മക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കായിരിക്കും. കാരണം അടുത്ത സ്റ്റേജ് ആണല്ലോ, അവരുടെ ഭാവി നിർണ്ണയിക്കുന്നില്ലാണ്ട് അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് തീരുമാനിക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴാണല്ലോ. അപ്പോൾ എന്തായാലും മിക്കവരും MBBS പോകണം, BS നഴ്സിങ്ങിന് പോകണം എന്നൊക്കെ ആയിരിക്കും സയൻസ് എടുത്തവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കോഴ്സിന് പോകണം എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എജു നാവിഗേറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് തരാൻ പോവുകയാണ്. നിങ്ങൾ അടുത്ത സ്റ്റേജ് എന്തിലേക്ക് പോകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എജു നാവിഗേറ്ററിനെ നമുക്ക് കൂടെ കൂട്ടാം. കൂടാതെ നിങ്ങൾക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കണം, നല്ല കിടിലൻ കോളേജ്, കൂർഗിലൊക്കെ പോയിട്ട് പഠിക്കാൻ, സേഫായിട്ട് പോയി പഠിക്കാൻ. ഹോസ്റ്റൽ സേഫ് ആണോ, ബാക്കിയുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്, എല്ലാത്തിനും നിങ്ങളതാ എജു നാവിഗേറ്റർ ഹെൽപ്പ് ചെയ്യും. BSc നഴ്സിംഗ്, BSc PPT, BSc OT and AT, BSc MLT ഈ കോഴ്സുകളെല്ലാം തന്നെ MRM കോളേജ്, കൂർഗിലുള്ളൊരു കോളേജാണ്. ഈ കോളേജിലുണ്ട്. ഇവർക്ക് ഓൺ ഹോസ്പിറ്റലുണ്ട്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലുള്ളത്. INC KNC എല്ലാം തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജാണ്. +2 കഴിഞ്ഞ് ഇനി അടുത്തത് എന്നറിയാതെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എജു നാവിഗേറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ നമ്പറിൽ വിളിക്കുക. സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ ഈ കോളേജിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക.
നിങ്ങളവർ ഹെൽപ്പ് ചെയ്യും. സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിടാം. ഈ വീഡിയോ കിച്ചുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ കിച്ചു ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരുപാട് സങ്കടമുണ്ട്. മോൻ എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. നല്ലൊരു തെറപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നൗ കിച്ചു ഈ ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ പോരെ? ഈ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണ് കിച്ചു ഇപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ ചേച്ചിക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? കിച്ചുവിന് ഒരു മെസ്സേജ് അയച്ചാൽ പോരെ? ചേച്ചി എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് നാട്ടുകാരെല്ലാവരും കാണിക്കുന്ന രീതിയിലൊരു പ്രഹസനം? ചേച്ചിക്ക് കിച്ചുവിനോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? റീച്ച് അത് തന്നെ ഉദ്ദേശം, റീച്ച്. 21 വയസ്സായിട്ടുള്ള ഒരു കൊച്ചാണ്. കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. 21 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏജ് അല്ല, എന്നാൽ അത്ര ചെറിയ ഏജും അല്ല. രേണു ചേച്ചി ഇപ്പൊ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ശരി, ആൽബംസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ദുബായിൽ പോയിട്ടുള്ള ഇനോഗ്രേഷൻസ് ആണെങ്കിലും കൊളാബറേഷൻസ് ആണെങ്കിലും കിച്ചുവിന് അത് താല്പര്യമില്ല എങ്കിൽ, ബുദ്ധിമുട്ടാണ് എങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് രേണു ചേച്ചിയുടെ അടുത്ത് പറയാം, അമ്മ നമുക്കിതൊന്നും ചെയ്യണ്ട. ഓൾറെഡി നമ്മുടെ കോണ്ടന്റ് വിറ്റിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ജീവിക്കുന്നുണ്ട്. നമ്മളെന്തിനാ നമ്മുടെ ജീവിതം അവർക്ക് കൊടുക്കുന്നത്? നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് തന്ന വീട്ടില്, അതായത് കിച്ചുവിനും ഋതപ്പനും തന്ന വീട്ടില് വളരെ ഹാപ്പി ആയിട്ട് നിന്നൂടെ? അമ്മയെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഊബർ ഓടാം, സ്വിഗ്ഗിയില് ഇൻസ്റ്റാമാർട്ടിലും ഒക്കെ ഡെലിവറി ബോയ്സ്. എന്റെ പൊന്നു ചേച്ചി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, രേണു സുധിക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തു തന്നെ ഈ യൂട്യൂബേഴ്സും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ചേച്ചിക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പിന് വേണ്ടിയിട്ടല്ലേ ചേച്ചി കിച്ചുവിന്റെ പേര് പറഞ്ഞ് രേണു സുധിയുടെ പേര് പറഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത്? എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കണം. ചേച്ചി എന്താണോ ചെയ്യുന്നത് അത് തന്നെ ബാക്കിയുള്ളവരും ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ നല്ലത്, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അയ്യേ ചിച്ചി ആയിട്ട് പോകുന്നവരില്ല. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ ലൈഫ് വളരെ കളർഫുൾ ആക്കിയിട്ട് ഒരു മൂത്ത മകൻ എന്നുള്ള രീതിയിൽ ആ ഫാമിലിനെ റീബിൽഡ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കിച്ചുവിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളും പറയുന്നത്, എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ജീവിതം ഇട്ടുകൊടുക്കുന്നത്? ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുക്കുന്നതുകൊണ്ടല്ലേ ഓരോരുത്തരുടെ പിന്നാലെ പോകുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ടോ? ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും പറയുന്നത്. എന്തിനാ സോഷ്യൽ മീഡിയയിൽ ജീവിതം ഇട്ടുകൊടുക്കുന്നത്? വീടിനുള്ളിൽ ജീവിച്ചാൽ പോരെ? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? രേണു പഠിച്ച ഒരാളാണ്, രേണു എന്നെ പറയുന്നുണ്ട് പഠിച്ച ഒരാളാണെന്ന്. എന്തോ എയർ ഹോസ്റ്റസ് കഴിഞ്ഞാണ്, പിന്നെ വേറെ എന്തൊക്കെ കോഴ്സ്, ഏവിയേഷനോ അങ്ങനെ എന്തൊക്കെയോ കോഴ്സൊക്കെ കഴിഞ്ഞ ഒരാളാണ് രേണു സുധി. അപ്പോൾ രേണു സുധിക്ക് ജോലി കിട്ടില്ലെന്നാണോ? ജീവിച്ചു പോകാനുള്ള ജോലിയൊക്കെ കിട്ടും. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, നല്ല ജോലി കിട്ടും. അതുപോലെ കിച്ചുവിനും 21 വയസ്സായി, അവനും ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ ജീവിക്കാമല്ലോ. സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ നല്ലൊരു വരുമാനം കിട്ടിയപ്പോൾ ഇവൻ കിച്ചുവിനും ലൈവ് വരുന്നുണ്ട്. അവൻ്റെ ലൈവ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂറുള്ള ലൈവാണ്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഉണ്ട്. അപ്പോൾ അവന് എത്രത്തോളം ഇൻകം കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓരോരുത്തർക്കും അറിയാം. അല്ലാതെ ഈ പറഞ്ഞാൽ ഊബർ ഓടിക്കാനോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിലോ പോകേണ്ട ആവശ്യം ഇവർക്ക് രണ്ടാൾക്കും ഇല്ല. ഇവർക്ക് അതിൽ കൂടുതൽ പൈസ ഇതിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ചേച്ചിയുടെ ഉപദേശം കൊണ്ട് വന്നേക്കണം. ഒന്ന് പോ ചേച്ചി. രേണു ചേച്ചി എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോയിട്ട് ഋതപ്പനെ നോക്കുന്നു, കിച്ചുവിനെ നോക്കുന്നു, ഫാമിലിയിലെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു. നിങ്ങൾ 3 പേരും കൂടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൈപ്പറ്റുന്നു. അങ്ങനെ ഫാമിലിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. മോന്റെ ആങ്കൊച്ചല്ലേ, ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമുക്ക് വരും. കിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിച്ചുവിനുള്ള ഒരു പബ്ലിക് ഉപദേശവുമായിട്ടാണ് ഈ ചാച്ചി എത്തിയിരിക്കുന്നത്. ഈ ചാച്ചിക്ക് ഇത്രത്തോളം ഓപ്ഷൻസ് അറിയാം, ഇത്രത്തോളം സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ കിച്ചുവിനെ ഡയറക്റ്റ് വിളിച്ച് പറയാം. നമ്പർ ഉണ്ടാവാതിരിക്കൊന്നുമില്ലല്ലോ. രേണു സുധിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, രേണു സുധിയുടെ അടുത്ത ആളല്ലേ, അപ്പോൾ ആ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വിളിച്ച് ഉപദേശിച്ചാൽ പോരെ? എന്തിനാണ് ഈ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ ഉപദേശിക്കുന്നത്? ചേച്ചിക്ക് റീച്ച് ഉണ്ടാക്കണം, ചേച്ചിക്ക് വരുമാനം ഉണ്ടാക്കണം. ചേച്ചിക്ക് അറിയാലോ എത്രത്തോളം വരുമാനം കിട്ടുമെന്ന്. ആ വരുമാനം തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ആ വരുമാനം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വായില നാക്കുകൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും ഓരോരുത്തരും വീഡിയോ ഇട്ടിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു. ചേച്ചിക്ക് മാത്രമേ അത് പറ്റുള്ളൂ, സാധാരണ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ലേ? സാധാരണക്കാർ ചെയ്താൽ എന്തത്രയ്ക്ക് പ്രശ്നമാണോ? നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, സെലിബ്രിറ്റികൾക്ക് മാത്രമേ പറ്റുള്ളൂ? യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ട് അവർ റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ സങ്കടം, വിഷമം ഒരു കാര്യം മനസ്സിലാക്കുക. ഈ യൂട്യൂബേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഇല്ല. നിങ്ങളെ ആരറിയാനാ? നിങ്ങൾ ചെയ്യുന്ന തുമ്മുന്നതും അമ്പലത്തിൽ പോയി വഴക്കുണ്ടാക്കുന്നതും അവിടെ പോയി മണ്ടത്തരം കാണിക്കുന്നതും ഒക്കെ പൊക്കിയെടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെയൊക്കെ 4 പേര് അറിയുന്നു. അതിനോട് നന്ദിപൂർവ്വം നിൽക്കാതെ ഒരു റീച്ച് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ തലയിൽ തന്നെ കയറി നന്ദികേട് കാണിക്കുന്ന ഇതേ സ്വഭാവത്തിൻ്റെ രേണു സുധിയും കാണിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ ഇവരുടെയൊക്കെ കാറ്റഗറി, ഈ ഒരു സർക്കിളൊക്കെ എങ്ങനെയുള്ളവരാന്ന്.
അത്രേ ഉള്ളൂ. ഒരു മൂത്ത ചേട്ടൻ എന്ന രീതിയിൽ ഋതപ്പനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മോന് വളർത്താം, എത്ര നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. രേണു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രേണു ചേച്ചി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കഷ്ടപ്പെടുന്നത്. രേണു ചേച്ചി ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ രേണു ചേച്ചിയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭയങ്കരമായ തെറിവിളിയും അതുപോലെ തന്നെ ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിലും ശരി, രേണു ചേച്ചിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർ പണം പറ്റുന്നുണ്ട്, അവരത് മേടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് കൊച്ചുമോന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിച്ചിട്ട് കുടുംബത്തിന് ഒരു അത്താണി എന്ന രീതിയിൽ നിന്നൂടെ. എഗെയിൻ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് നൽകേണ്ടത് മോട്ടിവേഷൻ ആണ്, അതിജീവിക്കാനുള്ള കരുത്താണ്, അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള പിരിച്ചിട്ടുള്ള സഹായമല്ല. അത് ആ കുട്ടീനെ വഷളാക്കുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. മോന് കറേജ് കിട്ടിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള, അതിജീവിക്കാനുള്ള ചേച്ചി എല്ലാവരുടെയും കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കിച്ചുവിന്റെ കഞ്ഞുകൂടി മുട്ടിക്കണം, രേണുവിന്റെ കഞ്ഞുകൂടി മുട്ടിക്കണം, കഞ്ഞുകൂടി മുട്ടിക്കണം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കഞ്ഞുകൂടി മുട്ടിക്കണം. ഇതിനു വേണ്ടി ഇറങ്ങിയത്. എന്നിട്ട് തനിക്ക് കഞ്ഞി കുടിക്കണം, അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഇപ്പൊ ഇവർ സംസാരിക്കുന്നത് കേട്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മറ്റുള്ളവർക്ക് പൈസ കിട്ടുന്നതിന്റെ കുശുമ്പ്, അല്ലെങ്കിൽ എന്തിനാണ് അവരെ വെച്ചിട്ട് ഇവർ പൈസ ഉണ്ടാക്കുന്നത്, ഇവർ വെച്ചിട്ട് പൈസ വെറുതെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ പൈസ ഉണ്ടാവില്ല, വീഡിയോ ചെയ്താൽ പൈസ ഉണ്ടാവില്ല. ഇവർക്ക് നല്ല രീതിയിൽ അസൂയം കുശുമ്പും ഉണ്ട്. യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നത് സഹിക്കുന്നില്ല ഗൈസ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കിച്ചുവിനെ വിളിച്ചിട്ട് പറഞ്ഞോളൂ. ഇവരുടെ ഇന്റൻഷൻ നല്ലതായിരുന്നെങ്കിൽ, ഇവരെ നല്ല ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കിച്ചുവിന്റെയും രേണുസുതിയുടെയും കുടുംബം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു വീഡിയോ പ്രഹസനം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇവരെന്തിനാണ് ഈ വീഡിയോ പ്രഹസനം നടത്തിയത്? ഇവർക്ക് റീച്ച് കിട്ടാനും ഇവർക്ക് അരി മേടിക്കാനും. രേണുസുധീനെ സുഹൃത്ത് എന്ന് പറഞ്ഞ് കൂടെ നിർത്തി രേണുസുധീനെയും രേണുസുധിയുടെ മകനെയും വിറ്റ് അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിറങ്ങിയിരിക്കുന്നത്. എൻ്റെ മറ്റു യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല. രേണുസുധിയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ മാത്രം സ്വത്ത്, ഞങ്ങൾ മാത്രം കണ്ടന്റ് ഇട്ട് പൈസ ഉണ്ടാക്കും, നിങ്ങളാരും കണ്ടന്റ് ഇട്ട് പൈസ ഉണ്ടാക്കരുത്. കഷ്ടം. ഇവർ ഈ ഒരു ട്രാൻസ് വുമണിന്റെ ഇന്റൻഷൻ നല്ലായിരുന്നെങ്കിൽ കിച്ചുവിനെ ഡയറക്റ്റ് വിളിച്ച് പറയായിരുന്നു ഈ വീഡിയോ പ്രഹസനത്തിന്റെ ആവശ്യമുണ്ടാ ഗൈസ്. നിങ്ങൾ പറ, നമ്മൾ ചോറുണ്ണുന്നവരല്ലേ, നമുക്ക് മനസ്സിലാകൂലേ? നിങ്ങൾ പറ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താം. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്ത ആളാട്ടോ. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? രേണുവിന്റെ കൂടെ നടന്ന് റീച്ച് ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന അടുത്ത താരമാണത്. അടുത്ത മുതല് രേണു കരയിന് ഉള്ളിന്ന് വരാം. കുറച്ച് ഉള്ളിയാ, അല്ലെങ്കിൽ ഓറഞ്ചിന്റെ സീസൺ അല്ലല്ലോ ഇപ്പൊ. അല്ലെങ്കിൽ ഇപ്പൊ ഓറഞ്ച് എങ്കിലും കണ്ണിൽ ഇങ്ങനെ അടിച്ചിട്ട് വന്ന് കരയായിരുന്നു എന്റെ പൊന്നു ചോട്ടാ. ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ, ആവശ്യമില്ലാണ്ട്. ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുധിനെ കാണുന്നത്. അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്ക് നമ്മയും അമ്മമാരൊന്നുമില്ലേ വന്നിങ്ങനെ തെറി പറയാൻ ഇല്ലേ? താങ്കള് രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുമ്പോ രേണുസുധിനെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ടുള്ള വിഷമാണല്ലോ. ഇതേപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് പെണ്ണുങ്ങളെ താൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. മറന്നുപോയോ? എന്തോരം പെണ്ണുങ്ങളെയാണ് നെഗറ്റീവ് പറഞ്ഞത്, താങ്കൾ വീഡിയോ ഇട്ടത്, പച്ചത്തേറി പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞു, എന്തിനാണ് റീച്ചിന് വേണ്ടി. പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ രേണുസുധിനെ പറഞ്ഞപ്പോ അങ്ങോട്ട് പൊള്ളി. അയ്യോ പൊള്ളണമെങ്കിൽ പൊള്ളിക്കോ. പക്ഷെ ഇതൊക്കെ റീച്ചിന് വേണ്ടി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇച്ചിരി ഗ്ലിസറിനോ എന്തെങ്കിലുമൊക്കെ മേടിക്കായിരുന്നു കേട്ടോ. കണ്ണി നമ്മുടെ ഉള്ളിൽ നിന്ന് പോരണില്ല. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? ഒരു മനസ്സാക്ഷിയില്ലേ? രേണുസുധിയെ വിറ്റിവിടെ എന്തോരം ബ്ലോഗർമാർ, എന്തൊരു ചാലുകാർ വിൽക്കേണ്ടത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തെണ്ടികളൊക്കെ എല്ലാവർക്കും ഈ കുശുമ്പാന്നേ, എല്ലാവർക്കും കുശുമ്പ. യൂട്യൂബേഴ്സ് വീഡിയോ പ്രശ്നം, ഇവർ ചെയ്യുന്ന പ്രശ്നമില്ല. നിങ്ങളും ഇതുപോലെ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ രേണുസുധിനെ സപ്പോർട്ട് ചെയ്ത്. എന്തോരം പേരാ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നത്, എന്തോരം പേരാ വീഡിയോ കാണുന്നത്. എന്താലേ കുട്ടിയെ പിടിച്ചിട്ടിട്ട് എന്തോരം റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ടെന്നറിയാം. ആ കുട്ടിക്ക് ഒരു പിണക്കുമില്ല അവരോടൊന്നും, റിയാക്ഷൻ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയില്ല. എന്നിട്ട് അതിനെ കമന്റ് ഇട്ട് കൊല്ലുക. സപ്പോർട്ട് ചെയ്ത് എന്നെ ആരോട് പറയും? എന്നെയും രേണുസുധിയെയും വലിച്ചു കീറി സോഷ്യൽ മീഡിയ കമന്റ് ഇട്ടവരെയും റിയാക്ഷൻ വീഡിയോ ചെയ്തവരെയും പച്ചത്തെറിവിറങ്ങുകൊണ്ട്, ഇത് അണ്ണന്റെ പേരെന്താ, ഏതോ ഒരു അണ്ണൻ. എന്തായാലും രേണുസുധിനെ കൂടെയുള്ളവർ പോലും രേണുസുധിനെ വിറ്റ് തിന്നാണല്ലോ രേണു. എൻ്റെ പൊന്നെ രേണുവിൻ്റെ ഒരു കാര്യം. എന്തായാലും രേണു കാട്ടിക്കൂട്ടുന്നതോ അതിലും വലുത്. എന്തോ ഇപ്പോഴത്തെ അല്ല.
അതിൽ വേഷം കെട്ട് കാട്ടിക്കൂട്ടുന്ന രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ആ ചേട്ടൻ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് എന്റെ പൊന്നു കരയുന്ന ചേട്ടാ, കരച്ചിൽ ചേട്ടാ, രേണു സുധിയെ എല്ലാവരും കൂടി വലിച്ചു കയറുന്നത്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഭാഷ പറയണമെങ്കിൽ കമന്റോളികൾ കമന്റ് ഇടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ചേട്ടാ. ഇപ്പുറത്ത് വന്ന് കിടന്ന് കരയുന്നു, പിഴിയുന്നു, ഇപ്പുറത്ത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എക്സ്പോസിങ് ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുന്നു. അവർക്ക് എന്ത് ജെനുവിനിറ്റിയാണുള്ളത്, അവർക്ക് എന്ത് സിൻസിയാരിറ്റി ആണുള്ളത്, അവർ കരയുന്ന ഓരോ കണ്ണുനീർ തുള്ളിക്ക് എന്ത് വാല്യൂ ആണുള്ളത്. ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് വന്നല്ലോ ഒരു തുള്ളി വെള്ളം വന്നോ, ചേട്ടൻ അതിനെന്ത് വാല്യൂ ആണുള്ളത്. ചേട്ടനൊക്കെ നാട്ടുകാരെ പറ്റിക്കുന്നില്ലേ, ഇതേ സ്ട്രാറ്റജി തന്നെയാണ് രേണുവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതായിരിക്കുമല്ലോ ഇത് കള്ളത്തരൊക്കെ കൊള്ളാൻ. വെറുതെ അല്ലേ ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. എന്തെങ്കിലും ആയിക്കോട്ടെ, രേണു സുധിനെ സപ്പോർട്ട് ചെയ്ത് ഈ സബ്സ്ക്രിപ്ഷൻസ് 300, 400, 500, 800 ആയത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ. ഇതേപോലെയുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. ചേട്ടൻ അതൊക്കെ കണ്ടിട്ട് രേണു ഹാപ്പി ആണെന്ന് മനസ്സിലായില്ലേ. എല്ലാതും രേണു നോർമൽ ഒരു വീഡിയോ ഇട്ട് ലൈവിൽ കരഞ്ഞ് പിഴിയുന്നതും അന്ന് രാത്രി തന്നെ നിങ്ങളെയൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. രേണു ഇപ്പുറത്തൊന്ന് കരഞ്ഞ് അഭിനയിക്കുന്ന അഭിനയം മാത്രമാണ് ചേട്ടൻ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റാത്ത. എൻ്റെ പൊന്നു ചേട്ടനൊക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് അറിയാന്നേ, സാരില്ല പോട്ടെന്ന്. രേണു സുധീനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ഇതേപോലെയുള്ള രേണുവിൻ്റെ കൂട്ടുകാരാണെങ്കിലും രേണുവിനെ വലിച്ചു കീറുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്. രേണു എന്തിനു ഇത് ചെയ്യുന്നു, അതും റീച്ചിന് വേണ്ടിയിട്ടാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക്, അതാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോണ്ടിരിക്കുന്ന ഈ സാധാ പ്രേക്ഷകർക്ക് അറിയാം. പിന്നെ അവർക്ക് പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് അങ്ങോട്ട് വെതറുന്നു. അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് എന്താ കേട്ടാ പ്രശ്നം? ഇമാതിരി തോന്നിവാസങ്ങൾ കാട്ടിയിട്ടല്ലേ അവർ പറയുന്നത്. അത് യൂട്യൂബേഴ്സിനെ അവർ പറയുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും പറയുന്നുണ്ട്, രേണുവിനെയും പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ളവരെയും പറയുന്നുണ്ട്. അത് ജനങ്ങളുടെ അവകാശമാണ്. അവരെ പൈസ കൊടുത്ത് അവർ നെറ്റ് റീചാർജ് ചെയ്ത് അവർ കാണുന്ന വീഡിയോയുടെ അണ്ടറിൽ എന്ത് കമന്റ് ഇടണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്, അവരുടെ ഇഷ്ടമാണ്. അവരത് ഇടട്ടെ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്നാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വരാൻ പാടില്ല. കുടുംബത്തെ കാര്യം നോക്കി ചേട്ടൻ പോയി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇനി ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗുരുമന്ത്രയിലെ പ്രോഡക്റ്റുകൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടി അവർക്ക് ഉള്ള ഡൗട്ടുകൾ ഓരോന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട് എന്താണെങ്കിലും എന്നോട് ചോദിച്ചോളൂ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോരുത്തരോട് ചോദിച്ചു കൊടുക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ലെന്നേ, നിങ്ങൾ എന്തുവേണമെങ്കിലും ചോദിച്ചോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗുരുമന്ത്രയിൽ നിന്ന് നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നല്ലൊരു സഹോദരിയായിട്ട്, നല്ലൊരു കൂട്ടുകാരിയായിട്ട്, നല്ലൊരു മകളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ എന്നായിട്ട് ഷെയർ ചെയ്യാം. എല്ലാം കേൾക്കാനും സഹായിക്കാനുള്ള ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഗുരുമന്ത്ര തുടങ്ങിയത്. കിട്ടിയിരിക്കുന്ന ബ്രേസ്ലെറ്റുകൾ ഏതൊക്കെ കയ്യിലാണ് ധരിക്കേണ്ടത് എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഗുരുമന്ത്രയിൽ നിന്ന് മേടിക്കുന്ന എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് കരിങ്ങാലി ബ്രേസ്ലെറ്റ്. പല പേജിലും പല സൈറ്റിലും ആയിരക്കണക്കിന് രൂപ വില വരുന്ന കരിങ്ങാലി ബ്രേസ്ലെറ്റ്, ഒറിജിനൽ കരിങ്ങാലി ബ്രേസ്ലെറ്റ് നമ്മുടെ ഗുരുമന്ത്രയിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് നിങ്ങളുടെ വലത് കയ്യിൽ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ള ഒരു സംരക്ഷണം കിട്ടും, നിങ്ങൾക്കൊരു ഉണർവ് കിട്ടും, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾ ഭയങ്കര ഗ്ലൂമി ആയിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു എനർജി കിട്ടും. അങ്ങനെ ഫുള്ള് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ഷീൽഡായിട്ട് ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കരിങ്ങാലി തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എത്ര പേജുകളിൽ എത്ര രൂപ കൊടുത്ത് വിൽക്കുന്ന ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഗുരുമന്ത്ര ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഗുരുമന്ത്രയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അതൊന്ന്. മറ്റൊന്ന്, ഇതൊക്കെ ഏത് കയ്യിലൊക്കെ ധരിക്കേണ്ടേ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. അത് സ്വാഭാവികമാണ്, നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് ഡൗട്ട് വരും. എങ്കിലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എനർജി സ്വീകരിക്കുന്നത് നമ്മൾ ഇടതിലൂടെയാണ്. പണം സ്വീകരിക്കുന്നു, എനർജി സ്വീകരിക്കുന്നതല്ലേ ഇടതിലൂടെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റ് എന്തിനെ ബേസിസ് ചെയ്തിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വാങ്ങിച്ചിരുന്ന മണി അട്രാക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താ, അതെല്ലാം സ്വീകരിക്കുകയാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ, അത് ഇടത് കയ്യിൽ. അതേസമയം നമ്മൾ പുറത്തേക്ക് വിടുന്നതോ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിടണം, അത് പുറത്തേക്ക് വിടുന്നതാണ് റൈറ്റ് ഹാൻഡിൽ ഇടേണ്ടത്. ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയില്ലേ? പിന്നെ നമ്മൾ പുതിയൊരു ബ്രേസ്ലെറ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, കരിയർ ഗ്രോത്ത് ബ്രേസ്ലെറ്റ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കരിയർ ഗ്രോത്ത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇൻസെൻറ്റീവും കാര്യങ്ങളും ആണെങ്കിലും പ്രൊമോഷനൊക്കെ ആണെങ്കിലും
നടക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അവർക്ക് ഒരു സാലറി ഗ്രോത്തിനും പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രൊമോഷൻ കിട്ടില്ല, സാലറി ഗ്രോത്ത് കിട്ടില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ഒരു കമ്പനി ചാടാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ കരിയർ ഗ്രോത്ത് ബ്രേസ്ലെറ്റ്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മളിപ്പോൾ മേക്ക് ചെയ്യുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഈ കരിയർ ഗ്രോത്ത് ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങൾ, നിങ്ങൾക്ക് കരിയറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. അതായത് സാലറി ഇൻക്രീസ് ആവും. നിങ്ങൾ സാലറി കൂട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാലറി കൂടുതൽ കിട്ടും. പ്രൊമോഷന് നിങ്ങൾക്ക് ടൈം ആയിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വേറെ ഇതിന് ജോബ്, വേറെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വേറെ ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോബ് നിങ്ങളെ തേടിയെത്തും. അതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന, പോസിറ്റീവ് എനർജി തരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കരിയർ ഗ്രോത്ത് ബ്രേസ്ലെറ്റ്. ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് കരിയർ ഗ്രോത്ത് ബ്രേസ്ലെറ്റ് വേണ്ടതെന്നുള്ളത് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമുക്ക് ആ ബ്രേസ്ലെറ്റ് ധരിക്കാം. ഇപ്പോൾ പ്രൊമോഷൻ്റെയും സാലറി ഇൻസെൻറ്റീവിൻ്റെയും ഇൻക്രിമെൻറ്റിൻ്റെയും ഒക്കെ ടൈമാണ്. പെട്ടെന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യാം. സ്റ്റോണിൻ്റെ എനർജിയൊക്കെ മാച്ചപ്പായി യൂണിവേഴ്സിൽ നിന്നുള്ളൊരു എനർജിയൊക്കെ കിട്ടി റേക്ക് എനർജൈസ് ചെയ്തിട്ട് ഈ ബ്രേസ്ലെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ഇത് നടന്നിട്ടുള്ള ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് എൻ്റെ ഫോണിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ 21 ദിവസത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21 ദിവസമാണ് നമ്മളിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രെയർ ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് പറയുക. പിന്നെ വേറൊരു കാര്യം, വെജ് കഴിക്കുക. മാക്സിമം വെജ് ആക്കാൻ നോക്കുക. നമ്മുടെ വെജ് ഒട്ടും നോൺ ഉപേക്ഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നോക്കാം, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യേ. ഒരു ദിവസമെങ്കിലും നോൺ കഴിക്കാതെ വെജ് മാത്രം കഴിച്ചിട്ട് നല്ല ഭക്തിപൂർവ്വമൊക്കെ നിൽക്കുക, നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഇനി അടുത്തത് വിഷു ആണ് വരാൻ പോകുന്നത്. വിഷുവിന് ഓഫർ ഇല്ലേ എന്നൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഗുരുമന്ത്രയിൽ വിഷുവിന് ഓഫർ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത്തവണ ഓഫറിനേക്കാൾ വലിയ ഒരു സംഭവമാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് 5-ാം തീയതി ആവട്ടെ, 5-ാം തീയതി പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും